ഹലോ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈസ്റ്റർ ആണ്. നമ്മളിപ്പോ രാവിലെ 7:40 കേട്ടോ ഇറങ്ങുന്നത്. ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിട്ട് പോയി. അതായത് നമ്മളിപ്പോ ഓൺലൈൻ ആക്കിയിട്ടില്ല. നമ്മള് CNG കുറവാണ്. CNG കുറവെന്ന് വെച്ചാൽ 4 കട്ട ഉണ്ട്. അപ്പൊ അതങ്ങ് ഫില്ലാക്കിയിട്ട് ഓണാക്കാനോന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ CNG അടിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, CNG അടിച്ച് ഫില്ലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഓട്ടത്തിന് ഇടയ്ക്ക് ഓടി കയറേണ്ടി വരും. ഇന്ന് നമ്മള് യൂബർ, ഓല, റാപ്പിഡോ ഇത് മൂന്നും കൂടെ ഓടാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. എങ്ങനെയുണ്ടാവും? ഇന്നിപ്പോ ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് ഓട്ടം കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് CNG ഒക്കെ അടിച്ചു കഴിഞ്ഞു കേട്ടാ. CNG ഒക്കെ അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് പതുക്കെ ഓൺലൈൻ ആകാം. ചാർജിങ് ഇട്ടേക്കാം. ഓണായിക്കോട്ടെ. പതുക്കെ യൂബർ ഓൺലൈൻ ആക്കുവാണ് കേട്ടാ. യൂബർ ഓൺലൈൻ ആക്കി. ഇനി അടുത്ത് പോലെ നമ്മൾ ഒത്തിരി നാളായി കേട്ടോ ഓലയൊക്കെ ഓണാക്കിയിട്ട്. 2-3 ഫെബ്രുവരി മാസം കണ്ടായിരുന്നു. ഇന്നലെ വെറുതെ ഒന്ന് ഓണാക്കിയിട്ടിട്ട് ഒന്നും കിട്ടി. വെറുതെ ഒന്ന് ഓണാക്കി നോക്കാം. ഒല ഓണാക്കി. റാപ്പിഡോ അങ്ങനെ റാപ്പിഡോയും കൂടെ ഓണാക്കി കേട്ടാ. ഇനി ഏത് ട്രിപ്പ് വരുന്നത് നോക്കാം. ഒല ചാർജ് ചെയ്തേക്കുന്നോണ്ടാണ് കേട്ടാ. ചാർജ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ട്രിപ്പ് കേട്ടാ. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ട്രിപ്പ് ലഭിച്ചേക്കാണ് ഒലയിലാണ് കേട്ടാ. മറൈൻ ഡ്രൈവിലേക്കാണ്. ഒലയിലാണ് ട്രിപ്പ് വന്നേക്കുന്നത്. ക്രൗൺ പ്ലാസർ അവിടെ നിന്നാണ് കേട്ടാ. ഒരു ശിവം ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ശിവത്തിനെ നമുക്ക് മറൈൻ ഡ്രൈവിൽ എത്തിക്കാം. ഓക്കെ, ഈസ്റ്റർ ദിനത്തിലെ ഫസ്റ്റ് ട്രിപ്പാണ്. അത് ഒലയിലാണ് വീണേക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് മട്ടാഞ്ചേരി വാർഫിന്റെ അവിടെയാണ് കേട്ടോ. വില്ലിംഗ്ടൺ ഐലൻഡ് ആണ്. അപ്പൊ അത് നമുക്ക് ആദ്യമേ ഈ ബുക്കിംഗ് വന്നപ്പോൾ മറൈൻ ഡ്രൈവ് BTH ഹോട്ടലിലോട്ടായിരുന്നു. പുള്ളിക്ക് അവിടെ അല്ല പോകേണ്ടത്, വില്ലിംഗ്ടൺ. പുള്ളിക്ക് ലൊക്കേഷൻ മാറിപ്പോയാണ്. പുള്ളി എന്നിട്ട് അത് ചേഞ്ച് ചെയ്തു. ഇപ്പൊ നമ്മള് വില്ലിംഗ്ടൺ ഐലൻഡില് മട്ടാഞ്ചേരി വാർഫിന്റെ അവിടെയാണ് കേട്ടോ. അപ്പൊ നമ്മൾക്ക് 224 രൂപ ലഭിച്ചു കേട്ടോ. ഇതാണ് ഏണിങ്സ്. 224 രൂപ ലഭിച്ചു. നമുക്ക് 9.2 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പോരാണ്ടായിരുന്നു. 180 രൂപ ക്യാഷ് കളക്റ്റഡ് കാണിച്ചു കേട്ടോ. ബാക്കി GST ആണ് കേട്ടോ പോകുന്നത്. ഇതുണ്ടാ പെയ്ഡ് ടു തേർഡ് പാർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് GST ഉണ്ട്, കസ്റ്റമർ ഡ്യൂ ഉണ്ട്. പുള്ളിക്ക് ഇതുണ്ട് മൈനസ് ബാലൻസ് 50 രൂപ ബാലൻസ് ഉണ്ട്. അതും കൂടെ കൂട്ടി ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ അടച്ചു കൊടുക്കേണ്ടി വരും. നമ്മുടെ മൈനസ് ബാലൻസിനകത്ത് അത് ആഡായിട്ടുണ്ട്. അപ്പം നമ്മളത് ഒലയിലേക്ക് അടച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ നമുക്ക് ആദ്യത്തെ ട്രിപ്പ് ഒലയിൽ ലഭിച്ചു. നമുക്ക് 224 രൂപ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ട്രിപ്പ് വരട്ടെ കേട്ടോ. അപ്പം നമ്മൾ റാപ്പിഡോയും യൂബറും കൂടെ ഓണാക്കുകയാണ്. ഇപ്പോൾ റാപ്പിഡോ ഓണാക്കി, യൂബറും കൂടെ ഓണാക്കുകയാണ്. യൂബറും കൂടെ ഓണാക്കി. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് വരട്ടെ കേട്ടോ.
അങ്ങനെ നമുക്ക് ഒലയിലൊരു ചെറിയൊരു റിസർവേഷൻ ട്രിപ്പ് അടിച്ചേക്കാണ്. 8:45 പിക്കറ്റ് ടൈം. ഇപ്പൊ സമയം 8:30 ആയിട്ടേ ഉള്ളൂ. 15 മിനിറ്റ് ഉണ്ട്. ആ കാസിനോ ഹോട്ടലിൽ നിന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ കൊണ്ടാക്കാനാണ്. ഒരു അമിത് ചന്ദ്ര എന്ന് പറയുന്ന ആളാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഹോട്ടലിന്റെ ഒരു 250 മീറ്റർ ഇപ്പറേ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു ട്രിപ്പിന് വേണ്ടി. അപ്പൊ ഏതായാലും നമുക്ക് ഇവിടുന്ന് ആ ട്രിപ്പ് ലഭിച്ചു. 1050 രൂപ ഉണ്ടായിരുന്നു ഫെയർ. അപ്പൊ ഏതായാലും നമുക്ക് അമിത് ചന്ദ്രനെ 8:45 എയർപോർട്ടിൽ എത്തിക്കാം. ഓക്കെ, അങ്ങനെ ഇപ്പൊ നമ്മള് എയർപോർട്ടിലാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നു. അത് 980 രൂപയോളം കണ്ട് ലഭിച്ചു കേട്ടോ. 989 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കായിരുന്നു. അങ്ങനെ നമ്മൾ 2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ടോട്ടല് 1213 രൂപ ആയിട്ടുണ്ട് കേട്ടോ. യൂബറിലൊന്നും ട്രിപ്പ് ലഭിച്ചിട്ടില്ല. രാവിലെ ഒലയിൽ മാത്രമേ ട്രിപ്പ് ലഭിച്ചുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് കാലടി റൂട്ടിലോട്ട് കയറി കിടക്കാം. കാരണം രാവിലെ എന്തെങ്കിലുമൊക്കെ തടയണമെങ്കിൽ അങ്ങോട്ട് പോകണം, നല്ല കാര്യം നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ കാലടി റൂട്ടിൽ കാണാം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഒരു നമ്മളെ എയർപോർട്ട് കാലടി റൂട്ടിൽ കയറി കിടക്കായിരുന്നു. എയർപോർട്ടിൽ അവിടുന്ന് നമുക്കത് ഒരു കൊരട്ടി, അങ്കമാലിക്ക് അപ്പുറം കൊരട്ടി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അത് സ്ഥലമുണ്ട്. അങ്ങോട്ടത്തേക്ക് ഒരു ചെറിയൊരു ഇന്റർസിറ്റി ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ വിളിച്ച് ചോദിച്ചപ്പോ കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അവരെ പിക്ക് ചെയ്ത് കൊരട്ടിയിലെത്തിക്കാം. ഓക്കെ, കൊരട്ടിക്ക് അപ്പുറത്തോട്ടൊക്കെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാമായിരുന്നു. കാരണം അങ്ങോട്ട് വഴി ബ്ലോക്കാണ്, പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. പിന്നെ ഇന്നിപ്പോ ഈസ്റ്റർ പ്രമാണിച്ചൊക്കെ തിരക്കുണ്ടാകാൻ വഴിയില്ല, ഞായറാഴ്ചയൊക്കെ അല്ലേ. അപ്പൊ ഏതായാലും നമുക്ക് ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പിക്ക് ചെയ്ത് കൊണ്ടാക്കാം. വിളിച്ചപ്പോ ഓക്കെ കൺഫേം ആണ്, വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളാളെ പിക്ക് ചെയ്യാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് കാലടി റോഡിൽ ഇപ്പൊ MC റോഡിൽ കയറും കേട്ടോ. MC റോഡിൽ നിന്ന് അവിടെ നിന്ന് ഒരു 400 മീറ്റർ ഇപ്പുറം നമ്മള് വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഇപ്പൊ നമ്മളുള്ളത് കൊരട്ടിയിലാണ് കേട്ടോ. കൊരട്ടി കൊണ്ടുവന്ന് ആളെ ഡ്രോപ്പ് ചെയ്തു. നമുക്ക് 395 രൂപ ലഭിച്ചു കേട്ടോ. ഇന്നത്തെ ആദ്യത്തെ ട്രിപ്പാണ് യൂബറിൽ. പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട്, 13.88 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ കാർഡ് പേയ്മെന്റ് ആയിരുന്നു. 395 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെയൊക്കെ ഫുള്ള് സർജ് കാണിക്കുന്നുണ്ട്. കിട്ടുമല്ലോന്ന് അറിയത്തില്ല. ഇതെന്താ ഇതെന്താണെന്നല്ലേ, ചാലക്കുടിയൊക്കെ ചുമന്ന് കിടക്കാണ്. എന്താ ഒന്നും പറയാനില്ല. 2.1 1.9 2.2 അതൊക്കെ സർജില് അത്ര പെർസെൻറ്റേജ് കയറി വരും കേട്ടോ. ഏതായാലും നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് അങ്ങനെ കിട്ടുമോന്ന് അറിയില്ല. ഇവിടുന്ന് പതുക്കെ ചാലക്കുടിക്ക് പോയാലും എല്ലാം തടയുമോന്നൊരു സംശയം. ഇതൊക്കെ വെറുതെ കൊടുക്കുന്നതാണ്, സർജൊക്കെ വെറുതെ കൊടുക്കുന്നതാണ്. ഏതായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ കൊണ്ടുവന്ന ആ മേഡത്തോട് ചോദിച്ചപ്പോ പറഞ്ഞ് ഇവിടുന്ന് വണ്ടി കിട്ടാറുണ്ട്, എപ്പോൾ വിളിച്ചാലും 5-10 മിനിറ്റിനുള്ളിൽ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. ഏതായാലും നമുക്കിവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇനി എങ്ങനെ എറണാകുളം ഭാഗത്തോട്ട് ട്രിപ്പ് അടിച്ചാലോ. അപ്പൊ നമ്മള് കൊല്ലയും കൂടെ ഓണാക്കിയിട്ടുണ്ട്. റാപ്പിഡോയ്ക്ക് ഇത് ബൗണ്ടറിക്ക് പുറത്താണ്. ഓക്കെ, അപ്പൊ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് അടുത്ത ഒരു ഇന്റർസിറ്റി അടിച്ചേക്കാണ് കേട്ടോ യൂബറിലെ. എനിക്ക് തോന്നുന്നു അപ്പോളോ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്നാണ് തോന്നുന്നു. ഒരു കാട്ടൂരെന്നും പറഞ്ഞ അടിച്ചത്. എവിടുന്ന് എങ്ങോട്ടാണെന്ന് അറിയാൻ പാടില്ല. ഒരു സെബിനാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ സെബിൻ അവിടെ ഇറങ്ങി നിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് എവിടെയാന്ന്, ഒരു 1000 ചില്ലറ രൂപയുടെ ട്രിപ്പാണ്. ഈ കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, ഏതായാലും നമുക്ക് സെബിനെ പിക്ക് ചെയ്യാം.
ഒരു 3.5 കിലോമീറ്റർ അപ്പുറം ഉണ്ട് കേട്ടാ സെബിൻ. ഏതായാലും നമ്മൾ അറ്റൻഡ് ചെയ്തു, ഒന്നും വിടുന്നില്ല. ഇപ്പൊ നമ്മളെ അങ്കമാലി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ അവിടെയാണ് കേട്ടോ ഉള്ളത്. കാട്ടൂർ എവിടെയാണെന്ന് അറിയാൻ പാടില്ല. അതാണ് പാലക്കാട് വല്ലതും ആണോ? പാലക്കാടാണ് പണിവാളി. പണിവാളാന്നല്ല, തൃശ്ശൂർ വരെ കാലിക്ക് പറഞ്ഞ വരും, അത്രേ ഉള്ളൂ. തൃശ്ശൂർ വന്നാലേ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുള്ളൂ. എന്തായാലും വേണ്ടില്ല, നമ്മളെടുത്തു. 1000 ജില്ലാ ട്രിപ്പാണ്, 48 കിലോമീറ്റർ കണ്ടുണ്ട്. എന്തായാലും നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ചിറക്കൽ എന്ന് പറയുന്ന സ്ഥലത്താട്ടാ. ഇവിടുന്ന് തൃപ്രയാർക്ക് അധികം ദൂരം ഇല്ലെന്ന് തോന്നുന്നു. നമ്മള് തൃപ്രയാർ റൂട്ടാണ്. അപ്പൊ നമ്മൾക്ക് യൂബറില് 2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടാ. നമുക്ക് 985 രൂപ ലഭിച്ചേട്ടാ. അപ്പൊ നമ്മള് ഊണ് കഴിച്ചിട്ടില്ല. സമയം ഇപ്പൊ കറക്റ്റ് 1 മണി ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിട്ടിട്ട് ചോറുണ്ടിട്ട് ഹൈവേയിലേക്ക് ഇറങ്ങാം. അല്ലെ ഇവിടുന്ന് ഇപ്പൊ ട്രിപ്പ് അടിക്കും. ഇവിടെയൊക്കെ ഫുള്ള് സെർച്ച് കാണിക്കുന്നത്. ട്രിപ്പ് അടിക്കുമോന്നറിയില്ല. വേണ്ട, ഫുള്ള് റെഡ് മയമാണ്. ഏതായാലും നമ്മള് ഇവിടുന്നൊക്കെ വലയ അടിക്കുമോന്ന് അറിയില്ല കേട്ടാ. യൂബറിലാണ് പ്രയോറിറ്റി ഇവിടെ കൂടുതലെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് തൃപ്രയാർക്ക് കയറാം. ഇവിടെ അടുത്തിന് തൃപ്രയാർ പോകുന്ന എളുപ്പമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ വണ്ടി ഒതുക്കാനുള്ള ഇവിടെ റോഡിന് ഇച്ചിരി വീതി കുറവാണ്. അപ്പം കുറച്ചിച്ചിരി അങ്ങോട്ട് മാറിയിട്ട് നമുക്ക് റോഡ് സൈഡിൽ നോക്കി ചോറ് കൊണ്ടുപോന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ഇച്ചിരി ലേറ്റ് ആയിട്ട് പോകുന്നോണ്ട് ഊണൊക്കെ ആയിട്ടാ പോന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഊണ് കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് ഇവിടുന്ന് ഒരു തൃപ്രയാറിന്ന് ഒരു നെടുമ്പാശ്ശേരി എയർപോർട്ട് അടിച്ചായിരുന്നു കേട്ടോ. പക്ഷെ അത് ഇവിടുന്ന് 9 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോ തൃപ്രയാർക്കാ പോകുന്നത്. പക്ഷെ തൃപ്രയാറിന്നാണ് നമുക്ക് നെടുമ്പാശ്ശേരി അടിച്ചത്. പക്ഷെ അവര് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ ചിലപ്പോ ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഈ ഏരിയ വണ്ടി കുറവില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ 9 കിലോമീറ്റർ പിന്നെ 10 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 9 കിലോമീറ്റർ അപ്പുറം നമുക്ക് ട്രിപ്പ് അടിക്കുകയല്ലോ. വണ്ടി ഇല്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പൊ അവര് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ കിട്ടും. ഏതായാലും നമ്മള് തൃപ്രയാർക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് കേട്ടാ. ചിലപ്പോ ആണെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഊണ് കഴിച്ചിട്ടില്ല. എവിടെയും തണല് കിട്ടുന്നിടത്ത് നോക്കി ഊണ് കഴിക്കാം. ഓക്കെ, ദേ വരുന്നു. ഇത് തൃശ്ശൂർക്കാണ് കേട്ടാ, 6 കിലോമീറ്റർ അപ്പുറം. ഓക്കെ, നമ്മളെടുത്തത് കേട്ടാ. അതും തൃപ്രയാർക്ക് പോകുന്ന റൂട്ടിൽ നിന്നാണ് കേട്ടാ. ഒരു 6 കിലോമീറ്റർ അപ്പുറമാണ്. തൃപ്രയാർക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് തന്നെയാണ്, നമ്മൾ പോകുന്ന റൂട്ടിൽ നിന്ന് തന്നെയാണ് ആ ട്രിപ്പ് വന്നേക്കുന്നത് കേട്ടാ. തൃശ്ശൂർക്കാണ് കേട്ടാ. ഏതായാലും ഇന്നത്തെ ഊണ് നമുക്ക് തൃശ്ശൂരിൽ ഒന്ന് കഴിക്കാൻ തോന്നുന്നു. ഓക്കെ, 6 കിലോമീറ്റർ ഉണ്ട് പിക്ക് ചെയ്യാൻ. ചിലപ്പാണെങ്കിൽ അതും ക്യാൻസൽ ആകാൻ വഴിയുണ്ട്. ഇത്രയും ദൂരമൊക്കെ അവര് വെയിറ്റ് ചെയ്യുമെന്നറിയില്ല. ഇനി വണ്ടി ഇല്ലെങ്കിൽ കിട്ടും. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെല്ലാം. ഏതായാലും നമുക്ക് തൃപ്രയാർക്ക് പോകണമല്ലോ. ആ പോകുന്ന വഴിക്കാ. നമ്മളിപ്പോ ഉള്ളത് വാടാനപ്പള്ളിയാണ് കേട്ടോ. നമുക്ക് തൃശ്ശൂര് ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കടന്നു കഴിഞ്ഞപ്പോ വൈറ്റില ഹബിലേക്ക് നമുക്ക് ഡെസ്റ്റിനേഷൻ കൊടുത്തായിരുന്നു. ഏതായാലും നമുക്ക് വാടാനപ്പള്ളി അടിച്ചു. ഇതുണ്ടോ, വൈറ്റില ഹബിലേക്ക് ഡെസ്റ്റിനേഷൻ കൊടുത്തേക്കാണ്. നമുക്ക് വാടാനപ്പള്ളി അടിച്ച് ഒരു എത്ര 20 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നമുക്ക് 501 രൂപ ക്യാഷ് കളക്ടർ കാണിച്ചു. നമുക്ക് 456 രൂപ ലഭിച്ചു കേട്ടാ. അങ്ങനെ നമ്മള് ചെറിയൊരു ഇന്റർസിറ്റി ആയിരുന്നു. അതും കഴിഞ്ഞു. ഇപ്പൊ നമ്മള് ടോട്ടലി 4 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2233 രൂപ ഏൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വാടാനപ്പള്ളിയാണ് ഉള്ളത്.
വാടാനപ്പള്ളിയിൽ ഇപ്പൊ വന്നിട്ട് 1 മണിക്കൂർ ആകാൻ പോകുന്നു. നമുക്ക് തൃപ്രയാർക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് തൃപ്രയാറ് എന്നൊരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇനി വല്ല അവിടുന്ന് വല്ലതും കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പൊ ഇവിടെ നിന്ന് ഇനി അനക്കി കഴിഞ്ഞാൽ വല്ലതും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. തൃശ്ശൂരിൽ നിന്ന് 1 മണിക്കൂർ, ഒരു 1/4 മണിക്കൂർ കടന്നിട്ട് കിട്ടാത്തതുകൊണ്ട് അവിടുന്ന് എറണാകുളത്തേക്ക് പോകാന്നുള്ള രീതിയിൽ ഒന്ന് അനക്കി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വാടാനപ്പള്ളി അടിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തൃപ്രയാർക്ക് പോവാം. ഓക്കെ, ഇത് കണ്ടോ കേസ്, ഒരു 14 കിലോമീറ്റർ അപ്പുറേന്ന് ഒരു ട്രിപ്പ് വന്നേക്കുന്നതാണ് ഈ കാണുന്നത്. എവിടെ പോകാന്നറിയാം? എറണാകുളം പള്ളിക്കര. ഒരു അൻസുറോസ് എന്ന് പറയുന്ന ഒരാളാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അൻസുറോസ് അവിടെ നിൽപ്പുണ്ട്. പക്ഷേങ്കിൽ ഇതാണ് വിഷയം, ഒരു 14 കിലോമീറ്റർ ഉണ്ട്. 14ഉം 84 കിലോമീറ്റർ ഓടണം. കാണിച്ച ഫെയർ എന്ന് വെച്ചാൽ 1200 രൂപ. എന്ത് ചെയ്യുമെന്ന് പറ. അവര് ക്യാൻസൽ ചെയ്യില്ല, അവരങ്ങനെ നോക്കിയിരിക്കും. 14 കിലോമീറ്റർ ഉണ്ട്. 1/2 മണിക്കൂർ വേണം ഓടിച്ചെല്ലാൻ. ഓടിച്ചെന്നിട്ട് എന്ത് പറയുന്നത്, കാട്ടൂര് നമുക്ക് വെയിറ്റ് ചെയ്യുമോന്ന് ചോദിക്കാം. ഓക്കെ, നമുക്ക് പോകുന്ന വഴിക്ക് CNG അടിക്കണം. അപ്പൊ കാട്ടൂര് CNG പമ്പ് ഉണ്ട്, അവിടെ കയറി പമ്പ് ഗ്യാസ് അടിക്കാം. നമുക്ക് നോക്കാം കിട്ടുന്നുണ്ടോ നോക്കട്ടെ. ഹലോ, ഞാനിപ്പം ഇവിടെ നിൽക്കുന്ന സ്ഥലപ്പേര്, നമ്മളിപ്പോ തൃപ്രയാറ് കഴിഞ്ഞാ നിക്കുന്നത്. ഒരു 14 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഒരു 1/2 മണിക്കൂർ എടുക്കും ഇവിടുന്ന് വരാൻ. വെയിറ്റ് ചെയ്യാമെങ്കിൽ വരാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഒരു 1/2 മണിക്കൂർ എടുക്കും. ഓക്കെ, വെയിറ്റ് ചെയ്യാന്നാട്ടോ പറയുന്നത്. പുള്ളിക്കാരത്തേക്ക് എറണാകുളത്തിന് പോകാനാന്ന് പറഞ്ഞത്. എറണാകുളം പള്ളിക്കരയാണ്. അപ്പൊ നമുക്ക് CNG അടിക്കണം. അപ്പൊ നമുക്ക് ചെല്ലാം. ഓക്കെ, നമുക്ക് CNG തീർന്നു പോയി. നമ്മള് CNG പമ്പ് ലക്ഷ്യമാക്കി മാപ്പൊക്കെ നോക്കി പോയി. പക്ഷെങ്കിൽ ഗൂഗിൾ അമ്മിച്ച് നമ്മളെ കൊണ്ട് പറ്റിച്ചു. ഏതോ ഒരു വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് എത്തിച്ച്. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. പിന്നെ ലാസ്റ്റ് പെട്രോൾ അടിക്കാന്നുള്ള രീതിയിൽ ഏതായാലും 14 കിലോമീറ്റർ പോയി എടുക്കണം. അപ്പൊ ഇങ്ങനെ വന്നോണ്ടിരുന്നപ്പോ ദേ കിടക്കുന്നു നിലച്ചിരിക്കാണ്ട് വേറത്തെ ഒരു പെട്രോൾ പമ്പ്, അതിനകത്ത് CNG. അയ്യോ, ലാസ്റ്റ് ചെയ്ത് അവിടെ കയറി CNG അടിച്ചു. എന്റെ പൊന്നോ, ഭയങ്കര ഇതായത്. കാരണം നമ്മള് മാപ്പ് നോക്കി വന്നിട്ട് CNG പമ്പ് ഏതോ ഒരു വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ അവിടെ ഒരു മനുഷ്യരില്ല. പിന്നെ ഏതായാലും എന്നാ പെട്രോൾ അടിക്കാം എന്നിട്ടാണ് ആദ്യം കാണുന്ന പമ്പിൽ കയറി പെട്രോൾ അടിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന് ഏതായാലും വന്ന് ചാടിയാലും CNG ഉള്ള പെട്രോൾ പമ്പിലാണ് വന്ന് ചാടിയത്. അങ്ങനെ CNG ഒക്കെ അടിച്ച് നമ്മള് ഫില്ലാക്കി. ഇപ്പൊ നമ്മള് നമുക്ക് പള്ളിക്കരക്ക് അടിച്ചേക്കുന്ന, എറണാകുളം പള്ളിക്കരക്ക് അടിച്ചേക്കുന്ന ട്രിപ്പ് എടുക്കാൻ വേണ്ടി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഒരു 3 കിലോമീറ്റർ വരെ ഉണ്ട്. പുള്ളിക്കാരത്തിന്റെ പേരൊരു അൽക്കുലത്ത് പേരായതുകൊണ്ട് അത് വായി വരുന്നില്ല, എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. ഇവിടുന്ന് ഒരു 70 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ 70 കിലോമീറ്ററിന് ഏതാണ്ട് 1200 ചില്ലാൻ രൂപയാണ് കാണിച്ചേക്കുന്നത്. നോക്കട്ടെ, നീ എന്തെങ്കിലും പുള്ളിക്കാരത്തിന്റെ അടുത്തുനിന്ന് തടയോന്ന് നോക്കട്ടെ, പറഞ്ഞു നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോ തൃക്കാക്കര വന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് കേട്ട് ഇവിടെ തൃക്കാക്കരക്കായിരുന്നു. ചെമ്മനാട് എന്ന് പറഞ്ഞ റോഡാണ് കേട്ടോ. ഇരിഞ്ഞാലക്കുട ചെമ്മനാട്. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ട്രിപ്പ് വന്നത്. അപ്പൊ നമ്മള് ഇവിടെ എത്തി. മൊത്തം 57 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 57.09 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഏതായാലും നമ്മൾ ഇവിടെ വന്നു. നമുക്ക് 57 കിലോമീറ്റർ ഓടിയിട്ട് കിട്ടിയത് 828 രൂപയാണ് കേട്ടോ. ഏതായാലും ആ കസ്റ്റമർ അടിപൊളി കസ്റ്റമർ ആയിരുന്നു, ഒരു മേഡം ആയിരുന്നു. പുള്ളിക്കാരത്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഒരു 500 രൂപ പുള്ളിക്കാരത്തി എനിക്ക് അഡീഷണൽ വന്നു. കാരണം 14 കിലോമീറ്റർ ഞാൻ ഓടിപ്പോയാണ് എടുത്തത് കേട്ടോ.
വിളിച്ചു ചോദിച്ചു. അപ്പൊ ചെല്ലാൻ കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പിന്നെ പോയി ചെന്നു. ഏതായാലും നമുക്ക് എറണാകുളത്തേക്ക് പോരുകയും വേണം, പുള്ളിക്കാരത്തേക്കും പോരണം. ഏതായാലും എന്തെങ്കിലും ഒന്നും ഇല്ലാത്തതിലും ഭേദമാണല്ലോ എന്ന് ഓർത്തോണ്ട് പോയി എടുത്തോണ്ട് പോന്നു. അതേതായാലും ഇവിടെ വന്ന് അപ്പൊ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ 14 കിലോമീറ്റർ ഒന്നും കിട്ടില്ല, അത് നമ്മൾ സഹിക്കണം, നമുക്ക് ഏതായാലും പോരാതിരിക്കാനും പറ്റില്ല. അപ്പൊ കിട്ടുന്ന ആട്ടം ഓർത്ത് എടുത്തോണ്ട് പോന്നാന്ന് പറഞ്ഞു. ഏതായാലും പുള്ളിക്കാരത്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഗൂഗിൾ പേയിൽ എനിക്ക് ഒരു 500 രൂപ ഗൂഗിൾ പേ ഇട്ട് തന്നു. ഇത് കാർഡ് പേയ്മെന്റ് ആയിരുന്നു, അത് 828 കിട്ടി. അത് കഴിഞ്ഞ് അത് കൂടാണ്ട് ഒരു 500 രൂപ തന്നു. അങ്ങനെ 1328 രൂപ നമുക്ക് ആ ട്രിപ്പിൽ ലഭിച്ചു കേട്ടോ. അങ്ങനെ 500 രൂപ ട്രിപ്പ് വന്നു. അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് തൃക്കാക്കരയാണ്. ഇവിടെ വന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് ഓഫാക്കിയതാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മള് 5 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 3013 രൂപ ഏൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. യൂബറിൽ 3013, ഒലയിലൊരു 1213 ഒലയില്, പ്ലസ് 500. അപ്പൊ ഇതെല്ലാം കൂടെ ടോട്ടൽ ആക്കിയിട്ട് ഞാൻ പിന്നെ പറയാം കേട്ടാ. ഏതായാലും നമുക്ക് ഇതായാലും ഒന്ന് ഓണാക്കി ഇടാം കേട്ടാ. യൂബർ ഓണാക്കി ഇടാം. ഓക്കെ, യൂബർ ഓണാക്കിയിട്ടുണ്ട്. അപ്പൊ 3 ഓണാക്കിയിട്ടുണ്ട്. ഒലയിൽ 2 ചെറിയ ട്രിപ്പ് വന്നായിരുന്നു. 120 ആയതുകൊണ്ട് ഞാൻ പിന്നെ വിട്ട് കളഞ്ഞു. ഓക്കെ, ഏതായാലും ട്രിപ്പ് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒലയുടെ ടൈം തീരാറായി. ഒല ചാർജ് ചെയ്തിട്ട് അതിന്റെ സമയം തീരാറായി. ഇതുണ്ടോ, ഇതുണ്ടോ 149. എന്നിട്ട് 7:29 ആകുമ്പോ തീരും. അതാണ് കൊടുത്തേക്കുന്നത്. ഏതായാലും അത് തീരട്ടെ, എന്നിട്ട് നമുക്ക് പുതിയത് ചാർജ് ചെയ്യാം. ഓക്കെ, ട്രിപ്പ് വരുമോ നോക്കാം, വലയിലെ ട്രിപ്പ് വരുമോ നോക്കാം. അങ്ങനെ അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടാ. ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നിന്ന് എറണാകുളത്തേക്കാണ്. അപ്പൊ നമുക്ക് ആ ട്രിപ്പ് എടുക്കാൻ പോവാം. ഓക്കെ, ഒരു മുഹമ്മദാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. നമ്മൾക്ക് എവിടെ തൃക്കാക്കരയിൽ നമുക്കൊരു ട്രിപ്പ് എടുപ്പിച്ചായിരുന്നു. മറ്റേ ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആയിരുന്നു. സൗത്ത് റെസിഡൻസി എന്ന് പറഞ്ഞ ഹോട്ടലിലോട്ടായിരുന്നു. അവിടെ ആളെ ഇറക്കി. അപ്പൊ തന്നെ നമുക്ക് അവിടുന്ന് തൃപ്പൂണിത്തറ കഴിച്ചു. തൃപ്പൂണിത്തറ പേട്ടയിലുള്ള സ്കൈലൈൻ ഫ്ലാറ്റിലോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇപ്പൊ ടോട്ടലി നമ്മൾ 7 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3429 വരെ ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം 3429 വരെ ഏൺ ചെയ്തു. പിന്നെ നമുക്ക് തൃക്കാക്കരയിൽ നിന്ന് 12.69 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതില് 236 രൂപയാണ് ക്യാഷ് കളക്റ്റഡ്. 248 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. അവർക്ക് ഓഫർ ഉണ്ടായിരുന്നു. ഇത് പിന്നെ രണ്ടാമത്തെ ട്രിപ്പില് 7.91 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പം അത് 168 രൂപ നമുക്ക് ലഭിച്ചു. അപ്പൊ ആ ട്രിപ്പും അങ്ങനെ 7 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ടോട്ടലി നമ്മൾ ഏൺ ചെയ്തേക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1213 രൂപ ഒലയിലും 3429 രൂപ യൂബറിലും ഒരു 500 രൂപ നമുക്ക് ടിപ്പ് കിട്ടിയിട്ടുണ്ട്. ടിപ്പല്ല, നമ്മളൊരു 14 കിലോമീറ്റർ ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് ഒരു എന്താ പറയാ, അവരുടെ ഒരു നല്ല മനസ്സിന്റെ ഒരു ഇതിനു വേണ്ടി നല്ലൊരു കസ്റ്റമറായിരുന്നു, ഒരു ലേഡി കസ്റ്റമറായിരുന്നു. അതിൽ നമുക്ക് ഒരു 500 രൂപ എക്സ്ട്രാ വന്നു. അങ്ങനെ 5142 രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. 1000 രൂപയുടെ ഗ്യാസ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 4142 രൂപ നമ്മള് ഇതുള്ളൂ കേട്ടോ. കാരണം 1000 രൂപയുടെ ഗ്യാസ് അടിച്ചിട്ടുണ്ട്, ചെലവായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം പേട്ടയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ എന്റെ വീട്ടിലോട്ട്. അപ്പൊ
വീടിന്റെ അങ്ങോട്ട് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അല്ലെങ്കിൽ 11 മണി വരെ ഓടാമെന്നുള്ള രീതിയിലായിരുന്നു നമ്മളിരുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇനി നമ്മള് ഓടുന്നില്ല എന്ന് വെച്ചു. അതുപോലെ രാവിലെ ഇറങ്ങി. ഇന്നെല്ലാം ലോങ് ആയിരുന്നു. ഇന്ന് തൃശ്ശൂർ ഏരിയയിലായിരുന്നു കളി മൊത്തം. തൃശ്ശൂർ ജില്ലയിലായിരുന്നു. അപ്പം എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മച്ചന്മാർക്കും നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.